ഇന്നിപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചേക്കണം. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പഴവും മുട്ടക്കതേ പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ ചൂടായി. ഇനി ഇതിലോട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല പൂ പോലത്തെ ഇഡ്ഡലി കിട്ടിയിട്ടാ. അപ്പോൾ അതാരണം ഇന്നും ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണ്. പിന്നെ അതേ പരിപ്പും മുരിങ്ങയിലയും കൂടി ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുക്കണ്ട. അങ്ങനെ പുറത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മുരിങ്ങ വെട്ടണ കണ്ടത്. അപ്പോൾ മുരിങ്ങ നല്ല തളിരിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയിലയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ചട്നിയും ഇഡ്ഡലിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും മധുരക്കിഴങ്ങൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ അവിടെ വെട്ടിയിട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ വെയിൽ വരുന്നേക്കാൾ മുമ്പ് വേഗം പോയിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്ന് കുറച്ച് ഞാൻ കിള്ളി എടുത്തിട്ട് കഴുകിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് മുരിങ്ങയിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തന്നെ ഇട്ട് ഒന്ന് ആവി കയറി വന്നപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ പരിപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുരിങ്ങയിലയും തക്കാളിയും പരിപ്പും കൂടിയുള്ള കറി റെഡിയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള കറിയല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ മുരിങ്ങയില താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കടുകും മുളക് പൊടിയൊക്കെ ഇട്ടതേ കാച്ചിയിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീട്രൂട്ട് ഞാൻ ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് സബോളയൊക്കെ ഇട്ട് നാളികേരമൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. പിന്നെ കുറച്ച് കയ്പക്ക ഉണ്ടായിരുന്നു ഉണങ്ങിയത്, അതും കൂടി വറുത്തെടുത്തു. അപ്പോൾ കയ്പക്ക വറക്കണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ അതോടുകൂടി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കേ വേണ്ടു. അപ്പോൾ അങ്ങനെ കുളിക്കാനൊക്കെ പോയി. കുളി കഴിഞ്ഞ് വന്നിട്ട് ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തൈര് കറിയുടെ സൈഡിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തൈരും കറിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മുറ്റത്ത് ആ ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ടായില്ല. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയെടുത്തു. മഴ വരുന്നേക്കാൾ മുമ്പ് വേഗം തന്നെ അടിച്ചു വാരിയിട്ടു. പിന്നെ ഡിന്നറിന് കൊള്ളിസ്റ്റും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊള്ളിയൊക്കെ നുറുക്കിയത് കുക്കറിൽ ഇട്ട് കൊടുത്ത് 3 വിസിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കോഫി ഉണ്ടാക്കി കുടിച്ചു. ഒരു നെയ്യപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കോഫി കുടിച്ചു. അങ്ങനെ പിന്നെ അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ച് അകമൊക്കെ ഒന്ന് അടിച്ചു വാരാൻ നിന്നു. അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വാരാൻ എനിക്ക് നേരം കിട്ടിയില്ല. അങ്ങനെ കൊള്ളി പുഴുങ്ങിയതും ഉള്ളി ചമ്മന്തിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഡിന്നർ കഴിച്ചു കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.